മായിക പ്രപഞ്ചം, താരാപഥങ്ങൾ, ഗാലക്സികൾ, കണ്ണു ചിമ്മുന്ന നക്ഷത്രജാലങ്ങൾ, ദിശ തെറ്റി എത്തുന്ന ധൂമകേതുക്കൾ, മനസ്സിന്റെ മണിച്ചെപ്പുകളിൽ ഒളിപ്പിച്ചു വെച്ച അനുഭവ സാക്ഷ്യങ്ങളുടെ രത്നശേഖരം പ്രേക്ഷകരുടെ മുമ്പിൽ അനാവൃതമാക്കുന്നു മൈൻഡ് മാസ്റ്റർ. നമസ്കാരം. ഇന്നത്തെ പ്രശ്ന പരിഹാരത്തിൽ ഏതു കാര്യത്തിലും അമിതമായി കോപിക്കുന്ന തന്റെ ഭർത്താവിനെ കുറിച്ചാണ് ഭാര്യ എഴുതുന്നത്. കോപം പിന്നീട് വാക്കേറ്റവും കയ്യാങ്കളിയും ആയി മാറുന്നുണ്ട് എന്ന് പറയുന്നു. 31 വയസ്സുള്ള വിവാഹിതയാണ് ഞാൻ. എൻ്റെ ഭർത്താവിന് 40 വയസ്സുണ്ട്. ഞങ്ങൾക്ക് 2 കുട്ടികൾ, 2 പെൺകുട്ടികൾ. മൂത്ത കുട്ടിക്ക് 10 വയസ്സും ഇളയ കുട്ടിക്ക് 5 വയസ്സും. ഒരുവിധം സന്തോഷമായിട്ടാണ് ഞങ്ങളുടെ കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഭർത്താവ് 2 മക്കളായിരുന്നു. മൂത്തയാൾ ആണ് എൻ്റെ ഭർത്താവ്. വിവാഹത്തിന് ശേഷം വീട്ടിലെ പ്രശ്നങ്ങൾ നിമിത്തം ഞങ്ങൾ സ്വന്തമായി വീട് പണിത് വേറെ താമസിച്ചു. ഭർത്താവിൻ്റെ അമ്മയുടെ വഴക്കായിരുന്നു വേറെ താമസിക്കുന്നതിന് പ്രേരകമായത്. വേറെ താമസമായതിനു ശേഷമാണ് എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവത്തിലെ വൈകല്യം ഞാൻ ശ്രദ്ധിച്ചത്. അന്ന് മൂത്ത കുട്ടി ഉണ്ടായിരുന്നു. എന്തിനും ഏതിനും പെട്ടെന്ന് അദ്ദേഹം കോപിക്കുമായിരുന്നു. പെരവാസ്തവരുടെ അന്ന് വീട്ടിലെത്തിച്ചേർന്ന അതിഥികളുടെ മുന്നിൽ വെച്ച് അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടു. പാല് കാച്ചിലുള്ള പാത്രം മുൻകൂട്ടി കഴുകി വെച്ചില്ല എന്നതായിരുന്നു കാരണം. ഉടനെ കഴുകി തരാം എന്ന് പറഞ്ഞ് ഞാൻ കഴുകി കൊടുത്തു. എന്നിട്ടും ആ മുഖത്ത് ദേഷ്യം ഞാൻ കണ്ടു. കുട്ടികളുടെ പെരുമാറ്റം സംബന്ധിച്ചാണ് മിക്കപ്പോഴും വല്ലാതെ ദേഷ്യപ്പെട്ടിരുന്നത്. അവർ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും അദ്ദേഹം എന്നോട് ദേഷ്യപ്പെടും. അതും ഇതും പറയും. കുട്ടികൾ കുരുത്തക്കേട് കാണിക്കുന്നതിന് ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത്? എൻ്റെ കുട്ടികൾ 2 പാവങ്ങളാണ്. പിന്നെ പെൺപിള്ളേരല്ലേ, അവർ ചെറിയ കുസൃതികളൊക്കെ കാട്ടുകയില്ലേ? അവർക്ക് വേണ്ട ചില സ്വാതന്ത്ര്യങ്ങൾ. എന്തിനും ഏതിനും ലക്ഷ്മണരേഖ വരയ്ക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ പിതാവ് ചെറുപ്പത്തിലെ മരിച്ചു പോയിരുന്നു. അദ്ദേഹമായിരുന്നു പിന്നീട് കുടുംബകാര്യങ്ങൾ നോക്കിയിരുന്നത്. അമ്മയുടെ കുടുംബ ഭരണമായിരുന്നു. അനുജൻ വിവാഹം കഴിച്ച് വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. എൻ്റെ ഭർത്താവിനാണ് ഈ കോപവും മറ്റും. ഇത് സഹിക്കാൻ ഞാനും കുഞ്ഞുങ്ങളും. മിക്കപ്പോഴും ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പോലും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് പ്രീ ഡിഗ്രി വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഞാൻ ഡിഗ്രി പാസ്സായതാണ്. അദ്ദേഹത്തിൻ്റെ കോംപ്ലക്സ് ആണ് ഈ മുൻകോപത്തിന് കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. നീ വലിയ ഡിഗ്രിക്കാരിയാണ് എന്ന് പലപ്പോഴും അദ്ദേഹം പറയാറുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ ഈ സ്വഭാവം മാറ്റുവാൻ കഴിഞ്ഞാലേ എനിക്ക് അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ കഴിയൂ. ഞാൻ എന്താണ് വേണ്ടത്? എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ കഴിയുന്നതാണോ? എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. 40 വയസ്സുള്ള തൻ്റെ ഭർത്താവിൻ്റെ മുൻകോപത്തെക്കുറിച്ചാണ് ഇവിടെ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. കോപമുണ്ടാവുക സാധാരണമാണ്. പക്ഷേ അത് പെട്ടെന്നുണ്ടായി വലിയ പ്രശ്നങ്ങളിലേക്ക് ഇടവരുന്നു, അല്ലെങ്കിൽ വളരെ വയലൻ്റായ രീതിയിലേക്ക് വരുന്നു. അതിനെ നമുക്ക് മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനോ കഴിയില്ല. അത് തീർച്ചയായും വൈകാരിക പക്വത കൈവരാത്തത് കൊണ്ടാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വികാരമുണ്ട്, ഒപ്പം ചിന്തയുമുണ്ട്. വൈകാരികമായി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാനായിട്ടാണ് ചിന്ത ഉപകരിക്കേണ്ടത്. 3 തരം വ്യക്തിത്വങ്ങൾ നമ്മളിൽ കാണപ്പെടാറുണ്ട്. ശിശുഭാവം എന്ന് നമ്മൾ പറയുന്ന ഒരു വ്യക്തിത്വം എല്ലാ ആളുകളിലുമുണ്ട്. എന്തിനും ഏതിനും ശാഠ്യം പിടിക്കുക, എന്തിനും വഴക്കിടുക, ഇതെല്ലാം ഏതാണ്ട് ഈ ശിശുഭാവത്തിൻ്റെ പ്രത്യേകതകളാണ്. ഒരുപക്ഷേ ഇത്ര പ്രായമായെങ്കിലും, 40 വയസ്സ് പ്രായമുണ്ട് എങ്കിലും ഈ ഭർത്താവിൽ ശിശുഭാവം ഇപ്പോഴും ശക്തമായി നിൽക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതുകൂടാതെ ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള അവഗണനകൾ, പ്രശ്നങ്ങൾ, ഇതെല്ലാം ദേഷ്യത്തിൻ്റെ രൂപത്തിലോ കോപത്തിൻ്റെ രൂപത്തിലോ ഒക്കെ പെട്ടെന്ന് പുറത്തു വരാറുണ്ട്. അത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദേഷ്യം എന്ന് പറയുന്നത് നടക്കുന്നിടത്തേ നടക്കും. ഈ ഒരു ബോധ്യത്തിൽ നിന്നാണ് പലപ്പോഴും പ്രകടമായി വരാറുള്ളത്. ദേഷ്യപ്രകൃതി അംഗീകരിക്കപ്പെടുകയില്ല, അല്ലെങ്കിൽ അത് നടക്കുകയില്ല എന്ന് ബോധ്യമായാൽ ഇതൊന്നും വരില്ല.
ഇവിടെ വീടിൻ്റെ പരവാസ്തുതി സംബന്ധമായ പാലുകാച്ചലിന് പോലും അദ്ദേഹം വല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വഴക്കിട്ടു, അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ കോപിച്ചു, ദേഷ്യപ്പെട്ടു എന്നൊക്കെ ഈ അമ്മ വല്ലാതെ വിഷമം പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ കോപിക്കുന്നത് അത് ഒരിക്കലും ഭൂഷണമല്ല എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ഈ തിരിച്ചറിവ് ഈ ഭർത്താവിന് ഉണ്ടായിരിക്കില്ല. ഇവിടെ അമ്മ പറയുന്നുണ്ട്, ഈ സ്ത്രീ പറയുന്നുണ്ട്, തൻ്റെ ഭർത്താവിൻ്റെ കോംപ്ലക്സ് ആണ് ഇതിൻ്റെ കാരണമെന്ന്. ഭർത്താവിൻ്റെ പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ, ഇവർ ഡിഗ്രി വരെ പഠിച്ചതാണ്. എന്നിട്ടാണ് ഇവർ പറയുന്നത് കോംപ്ലക്സ് കൊണ്ടായിരിക്കും എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതെന്തുമായിക്കൊള്ളട്ടെ, വിദ്യാഭ്യാസപരമായ ഉയർച്ച താഴ്ചകൾ എന്നതിനേക്കാളും നമ്മൾ മാനസികമായ പക്വതയിലേക്ക് വരികയാണ് പ്രധാനം. ഡിഗ്രിയോ ക്വാളിഫിക്കേഷനോ അല്ല ഇതിൻ്റെ അടിസ്ഥാനം. മറിച്ച് ആവശ്യമായിരിക്കേണ്ടത് വൈകാരികമായ മാനസികമായ പക്വതയാണ്. ചെറുപ്പത്തിൽ പിതാവിന്റെ മരണം ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തെ മാറ്റി മറിച്ചിരിക്കുമോ? ചെറുപ്പത്തിൽ ഇദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചു എന്ന് പറയുന്നു. 2 മക്കളായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ചെറുപ്പത്തിലെ പിതാവ് മരിച്ചതുകൊണ്ട് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഒരു പരിധിവരെ എന്നതുപോലെ ഇദ്ദേഹത്തിന്റെ ചുമലിലേക്ക് കൂടി വന്നിട്ടുണ്ട്. കുടുംബഭാരം ഒരു പരിധിവരെ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ പേരിൽ ചിലപ്പോൾ ചില അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ മാനസിക ടെൻഷനോ ഒക്കെ ശക്തമായി അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ മനസ്സിൽ സപ്രസ് ചെയ്ത് കുറേ വികാരങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ഇതെല്ലാം ഒരുപക്ഷെ ഈ ദേഷ്യത്തിൻ്റെയും കോപത്തിൻ്റെയും രീതിയിൽ ഇപ്പോൾ വെളിയിലേക്ക് വരുന്നതാണോ എന്നുകൂടി സംശയിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഏതായാലും ഭർത്താവിൻ്റെ ഇതൊരു മാനസിക അവസ്ഥയാണ്, ഒരു മാനസിക വൈകല്യമാണ് എന്ന് വിചാരിക്കുക. അതിന് ആവശ്യമായ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക, അതിന് വിധേയമാക്കുക. അമ്മയുടെ കുടുംബഭരണം എന്നൊരു പ്രയോഗം കാണുന്നു, ഇത് അദ്ദേഹത്തെ സ്വാധീനിച്ചിരിക്കുമോ? അമ്മയുടെ കുടുംബഭരണമായിരുന്നു എന്നാണ് കത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അമ്മ കുടുംബം ഭരിച്ചു എന്നതുകൊണ്ട് മക്കൾ ഒരുപക്ഷെ മക്കളുടെ ഒത്തിരി ചൊൽപ്പടിയിൽ നിർത്തുവാനുള്ള ശ്രമങ്ങൾ കൂടായില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടികൾ സപ്രസ്ഡ് ഫീലിങ്സിൽ വിധേയമായി തീർന്നിട്ടുണ്ട്. അവർ സമ്മർദ്ദ വികാരങ്ങൾക്ക് വിധേയമായി തീർന്നിട്ടുണ്ട്. അത് അമ്മയോടുള്ള വിരോധം ഭാര്യയോടുള്ള വിരോധമായി പരിണമിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അമ്മ എന്ന നിലയിൽ അമ്മയോട് പ്രതികരിക്കാനോ അമ്മയോട് വഴക്കിടുവാനോ ഒന്നും കഴിഞ്ഞിരിക്കില്ല. ഇപ്പോൾ ഭാര്യയെ കിട്ടിയപ്പോൾ മറ്റൊരു സ്ത്രീയെ കിട്ടിയിരിക്കുന്നു, അമ്മയുടെ സ്ഥാനത്ത് കിട്ടിയിരിക്കുന്നു, അമ്മയുടെ രൂപത്തിൽ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇവരോട് പ്രതികരിക്കാമല്ലോ, ഇവരോട് എതിർക്കാമല്ലോ, ഇവരോട് കോപിക്കാമല്ലോ എന്ന് വിചാരിച്ച് കോപിക്കുന്നതുമായി കൂടായികയില്ല. വീട്ടിൽ നിന്നുണ്ടായ കർക്കശമായ അനുഭവങ്ങൾ ഇതിന് കാരണമായിട്ടുണ്ടാകുമോ? ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ വീട്ടിൽ നിന്നുണ്ടായിട്ടുള്ള കർക്കശമായ നിലപാടുകൾ, ഒരുപക്ഷെ കർക്കശമായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കത്തിൽ ഭാര്യ പറയുന്നുണ്ട്, അനുജൻ്റെ കാര്യത്തിൽ ഇതിങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യക്തമായി വരുന്നത് ഇതാണ്, മൂത്ത കുട്ടി എന്ന നിലയിൽ ഒരുപക്ഷെ കർക്കശമായ അനവധി അനുഭവങ്ങളോ നിയന്ത്രണങ്ങളോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടായിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ ഇത് മറ്റൊരു രൂപത്തിൽ ഭാര്യയോട് മുൻകോപമായിട്ടോ ദേഷ്യമായിട്ടോ പ്രകടമാക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതിനപ്പുറമല്ല എന്നുള്ളതും നമുക്കിവിടെ തീർച്ചയാണ്. വിവാഹത്തിന് ശേഷം താമസിയാതെ വേറെ താമസിക്കേണ്ടി വന്നത് കോപ സ്വഭാവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? വിവാഹശേഷം വേറെ താമസിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉടൻ തന്നെ വേറെ താമസിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അമ്മയോട് ഒത്തിരി ഒരു അമ്മായിമ്മപ്പോരിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ വേറെ പോയത് എന്നുള്ളൊരു സൂചനയും കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതയെ ഇവിടെ തള്ളിക്കളയാൻ സാധിക്കുന്നില്ല. അമ്മയും മരുമകളും തമ്മിലുണ്ടായ ബന്ധത്തിൽ അതേക്കുറിച്ച് ഒരു വല്ലാത്ത അസ്വസ്ഥത, അതൃപ്തി അനുഭവപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഉണ്ടാകാമായിരുന്നു. പക്ഷെ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് എന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ബാല്യകാലത്തിലുണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും ആണ് ഇപ്പോൾ ഈ ഭാര്യയോട് പെട്ടെന്ന് കോപിക്കുന്നതിന്, അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ പെട്ടെന്ന് കോപിക്കുന്നതിന് കാരണമായി തീരുന്നത് എന്ന് തോന്നുന്നു. ഈ ഭർത്താവിന്റെ ദേഷ്യപ്രകൃതി എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും? ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ദേഷ്യപ്രകൃതി അതുപോലെ ശക്തമായിട്ടാണ് നിൽക്കുന്നത്. ഇത് മാറ്റിയെടുക്കേണ്ടത് അനിവാര്യമാണ്. ഇതെങ്ങനെ മാറ്റിയെടുക്കാം, ഇതാണ് പ്രശ്നം. ഒരുപക്ഷെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ഭർത്താവിലെ പഴയ തിക്താനുഭവങ്ങൾ ശക്തമായി കിടപ്പുണ്ടായിരിക്കാം.
അല്ലെങ്കിൽ ചില അപഗണനകൾ കിടപ്പുണ്ടായിരിക്കാം. അതിനെ നന്നായി റിലാക്സ് ചെയ്ത് മനസ്സിൽ നിന്ന് ഈ പ്രശ്നത്തെ മാറ്റിയെടുക്കണം. എങ്കിൽ മാത്രമേ ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഈ ദേഷ്യപ്രകൃതിയിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ, സന്തോഷം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ, കുടുംബത്തിൽ സമാധാനം ലഭിക്കുകയുള്ളൂ, കുട്ടികളുടെ വളർച്ച ഭാസുരമായി തീരുകയുള്ളൂ, ഭാര്യയ്ക്ക് സന്തോഷമായി ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അതിനായി ഉള്ള പരിശ്രമങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ്. ഇവരുടെ കുട്ടികൾക്ക് ഈ സ്വഭാവം പകർന്നു കിട്ടാൻ സാധ്യതയുണ്ടോ? പാരമ്പര്യമായി ദേഷ്യപ്രകൃതി കടന്നു വരുവാൻ കുറേയൊക്കെ സാധ്യത ഇല്ലായില്ല. അത് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. എങ്കിലും ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർ പൊതുവെ ചില നിസ്സംഗരോ അല്ലെങ്കിൽ ഉൾവലിയുന്നവരോ അപകർഷബോധമുള്ളവരൊക്കെയാണെന്ന് തോന്നുന്നു. അതിനാൽ ഈ കുട്ടികൾക്കും നല്ല സ്നേഹം നൽകുവാനായിട്ട് ഈ അമ്മയുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കണം. ഈ കുട്ടികളെ സംബന്ധിച്ചും ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കാമെങ്കിൽ വളരെ നല്ലതായിരിക്കും. അവരുടെ പഠനകാര്യങ്ങളിലും അവരുടെ പഠനകാര്യങ്ങളിലുള്ള ലക്ഷ്യത്തിലും എല്ലാം ഒരു കരിയർ എഡ്യൂക്കേഷനും ഒക്കെ നൽകി ഇവരെ നല്ല വഴിയിലൂടെ നയിക്കുവാനായിട്ട് അമ്മ വളരെയധികം ഉത്സാഹിക്കുക. ഭർത്താവിനോടൊപ്പം തന്നെ മക്കളുടെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് വിചാരിക്കുക. ഈ കുട്ടികളെ നന്നായി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഒരു പ്രശ്നമോ അല്ല ജീവിതം തന്നെ ഒരു പ്രശ്നമോ എല്ലാം ഒന്ന് പെയ്തൊഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? അതെ, എല്ലാം പെയ്തൊഴിയുവാൻ മനസ്സ് തുറക്കും. നിങ്ങളുടെ സഹായത്തിന് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് 9496379230, 9847304999, ഇമെയിൽ @gkalapura@gmail.com, counselorsforum@gmail.com.